എല്ലാവർക്കും ഇഗ്നോ ലേണേഴ്സിലേക്ക് സ്വാഗതം. അപ്പം BSOC 131 ആ ഒരു പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതിൽ നമുക്ക് ഓൾറെഡി അറിയാം ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി ആണ്. അതിൽ 3 ബ്ലോക്കുകളാണ് ഉള്ളത്. അപ്പം അതിൽ ആദ്യത്തെ ബ്ലോക്കിൽ സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു ഹെഡിങ് ആണ് എമർജൻസ് ഓഫ് സോഷ്യോളജി. ഇപ്പൊ എമർജൻസ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്ന സോഷ്യോളജിയുടെ ബേസ് ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. സോഷ്യോളജി എന്ന് പറയുന്ന സോഷ്യൽ സയൻസ് എങ്ങനെയാണ് എമർജ് ചെയ്ത് വന്നത്, അല്ലെങ്കിൽ സോഷ്യോളജിയുടെ ഒറിജിൻ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ നോക്കുന്നത്. അപ്പൊ ആദ്യത്തെ സെന്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ എമർജൻസ് ഓഫ് സോഷ്യോളജി ആസ് എ സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻ, ഇറ്റ് ഈസ് ഇമ്പരേറ്റീവ് ടു അണ്ടർസ്റ്റാൻഡ് ദ സോഷ്യോ എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സയന്റിഫിക് ഫാക്ടേഴ്സ്. അപ്പം സോഷ്യോളജിയുടെ എമർജൻസ് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ്? കുറച്ചധികം ഫാക്ടേഴ്സ് ആണ്. സോഷ്യോ എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സയന്റിഫിക് ഫാക്ടേഴ്സ്. അപ്പൊ ഈ 3 ഫാക്ടേഴ്സ് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ എമർജൻസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് ഓൾറെഡി അറിയാം സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഷ്യൽ സയൻസ് ആണ് അല്ലേ? നമ്മൾ സയൻസ് പറയുമ്പോൾ 2 ടൈപ്പ് സയൻസ് ഉണ്ട്. ഒന്ന് സോഷ്യൽ സയൻസ് ഉണ്ട്, രണ്ടാമത് നാച്ചുറൽ സയൻസ് ഉണ്ട്. നാച്ചുറൽ സയൻസിൽ വരുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലുള്ള ഡിസിപ്ലിൻ ആണ്. സോഷ്യൽ സയൻസിൽ വരുന്നത് സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ് പോലുള്ള ഡിസിപ്ലിൻസ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പം സോഷ്യോളജി എന്ന് പറയുന്ന സോഷ്യൽ സയൻസിന്റെ എമർജൻസി നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ചധികം ഫാക്ടേഴ്സ് ആണ് നമുക്ക് താഴെ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലോട്ട് പോകുമ്പോൾ എന്താണ്? വെസ്റ്റേൺ യൂറോപ്പ് ഇൻ ദ 18th 19th സെഞ്ചുറീസ് വിറ്റ്നസ്ഡ് റാപ്പിഡ് ആൻഡ് പ്രൊഫൗണ്ട് ചേഞ്ചസ്. അപ്പം വെസ്റ്റേൺ യൂറോപ്പിൽ 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി. ദിസ് ലെഡ് ടു പാരഡൈം ഷിഫ്റ്റ് ടു ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സൊസൈറ്റി. അതിന്റെ ഫലമായിട്ട് എന്താണ്? ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടായി, വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടായി. എന്തിലാണ്? അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയെ മനസ്സിലാക്കുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടായി. അപ്പം അതിനു മുന്നേ മനുഷ്യൻ സൊസൈറ്റിയെ ഡിഫൈൻ ചെയ്തതും എക്സ്പ്ലെയിൻ ചെയ്തതും മതഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒരിക്കലും അവന്റെ യുക്തി വെച്ചിട്ടല്ല അവൻ സൊസൈറ്റിയെ മനസ്സിലാക്കിയിരുന്നത്. മതഗ്രന്ഥങ്ങളിൽ എന്താണോ സൊസൈറ്റിയെ കുറിച്ചിട്ട് പറയുന്നത് അത് വെച്ചിട്ടായിരുന്നു അവൻ സൊസൈറ്റിയെ നോക്കിക്കണ്ടിരുന്നത്. പക്ഷെ ആ ഒരു നോക്കിക്കാണലിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു മാറ്റം അവിടെ ഉണ്ടായി. മനുഷ്യൻ യുക്തിസഹമായിട്ട് സൊസൈറ്റിയെ പഠിക്കാൻ തുടങ്ങി. ആൻഡ് ഓൾസോ ഓഫ് ദ ഇൻഡിവിജ്വൽസ് പ്ലേസ് ഇൻ ഇറ്റ്. അപ്പൊ എന്താണ്? നമ്മൾ പണ്ട് സൊസൈറ്റി എടുക്കുമ്പോഴും ഇതിനു മുന്നേ ആയിട്ട് സൊസൈറ്റി എടുക്കുമ്പോഴും ആ സൊസൈറ്റിയുടെ സെൻട്രൽ എന്ന് പറയുന്നത് റിലീജിയൻ ആണ്. ആ സൊസൈറ്റിയെ തന്നെ ഗവേൺ ചെയ്യുന്നത് റെഗുലേറ്റ് ചെയ്യുന്നത് ആരായിരുന്നു? ഈ പറയുന്ന റിലീജിയസ് ഡോഗ്മാസ് ആയിരുന്നു, റിലീജിയൻസ് ആയിരുന്നു. ഓക്കെ ആണല്ലോ? അപ്പം ഇതിന് ശേഷം സൊസൈറ്റിയുടെ സെന്റർ ആയിട്ട് ആര് മാറി? മനുഷ്യൻ മാറി അല്ലെ? മനുഷ്യന്റെ യുക്തിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. പിന്നെന്താണ്? കൺസിഡറബിൾ അഡ്വാൻസസ് വർ ടേക്കിംഗ് പ്ലേസ് ഇൻ ടേംസ് ഓഫ് സയന്റിഫിക് ഡിസ്കവറി ആൻഡ് സയന്റിഫിക് മെത്തഡോളജി. വലിയ രീതിയിലുള്ള പുരോഗതി ഉണ്ടാകാൻ തുടങ്ങി അല്ലേ? കുറേയധികം സയന്റിഫിക് ഡിസ്കവറീസ് ഉണ്ട്, ശാസ്ത്രീയപരമായിട്ടുള്ള കുറേയധികം കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി. പിന്നെന്താണ്? ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതിലും അവരെന്ത് ഉപയോഗിക്കാൻ തുടങ്ങി? സയന്റിഫിക് മെത്തഡോളജി ഉപയോഗിക്കാൻ തുടങ്ങി. ശാസ്ത്രീയപരമായിട്ടുള്ള രീതികൾ അവർ പിന്തുടരാൻ തുടങ്ങി. അപ്പൊ ശാസ്ത്രീയപരമായിട്ടുള്ള മെത്തഡോളജിയിലൂടെ അവർ കാര്യങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങി. സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ എല്ലാം. സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസസ് ലെഡ് ടു ദ ട്രാൻസ്ഫോർമേഷൻ ഫ്രം എ ട്രഡീഷണൽ റൂറൽ അഗ്രേറിയൻ സൊസൈറ്റി ടു എ മോഡേൺ അർബൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അപ്പൊ സയന്റിഫിക്കും ടെക്നോളജിക്കലുമായിട്ടുള്ള ഒരുപാട് വികസനങ്ങൾ ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞു, അഡ്വാൻസസ് ഉണ്ടായെന്ന് പറഞ്ഞു. അത് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കി, വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കി. അതിനു മുന്നേ വരെ നമ്മൾ എല്ലാ സൊസൈറ്റീസും എന്ത് സൊസൈറ്റീസ് ആയിരുന്നു? ഗ്രാമങ്ങളായിരുന്നു അല്ലെ? ട്രഡീഷണൽ റൂറൽ അഗ്രേറിയൻ സൊസൈറ്റി ആയിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. ഓക്കെ ആണല്ലോ? അപ്പം സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസസിന്റെ ഫലമായിട്ട് ട്രഡീഷണൽ റൂറൽ അഗ്രേറിയൻ സൊസൈറ്റി എന്തായിട്ട് മാറി? നഗരങ്ങളായിട്ട് മാറി, മോഡേൺ അർബൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ആയിട്ട് മാറി. പിന്നെന്താണ്? ഡ്യൂ ടു ന്യൂ ഇൻവെൻഷൻസ് ആസ് വി വിൽ സ്റ്റഡി ലേറ്റർ. ആ ഒരു സെന്റൻസ് വേണ്ട, അറിയാണ്ട് വന്നതാണ്. ഓക്കെ, ടെക്സ്റ്റിൽ നിന്ന് എടുത്തതാണ്, ഇഗ്നുവിന്റെ ടെക്സ്റ്റിൽ നിന്ന് എടുത്തതാണ്, അതുകൊണ്ടാണ് ഒരു പോയിന്റ് അവിടെ വന്നത്. പിന്നെന്തുവാണ്? ദ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ഫ്രം സ്മോൾ ബേസ്ഡ് ടു ലാർജ് സ്കെയിൽ ഫാക്ടറി ലൈക്ക് എന്റർപ്രൈസ്. നമ്മൾ മുകളിൽ പറഞ്ഞ അതേ സെന്റൻസ് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ എന്തുവാണ് പറഞ്ഞത്? ട്രഡീഷണൽ റൂറൽ അഗ്രേറിയൻ സൊസൈറ്റിയിൽ നിന്ന് എന്തിലോട്ട് മാറി? സൊസൈറ്റീസ് മോഡേൺ അർബൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആയിട്ട് മാറി. അപ്പൊ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷനിലും മാറ്റം ഉണ്ടായി. മുമ്പ് ഈ പറയുന്ന
റൂറൽ അഗ്രേറിയൻ സൊസൈറ്റീസിൽ അവരുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കുടിൽ വ്യവസായമാണ്. അല്ല, ചെറിയ രീതിയിലുള്ള പ്രൊഡക്ഷൻസ് ആയിരുന്നു അവർ നടത്തിയിരുന്നത്. അതിൽ നിന്ന് മാറ്റം ഉണ്ടായി. ഇല്ലേ? അവര് എന്തിലോട്ട് തിരിഞ്ഞു? ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ അവര് സ്റ്റാർട്ട് ചെയ്തു. അവര് ഫാക്ടറീസിൽ പ്രൊഡക്ഷൻ ചെയ്യാൻ തുടങ്ങി. എന്റർപ്രൈസസിൽ പ്രൊഡക്ഷൻ ചെയ്യാൻ തുടങ്ങി. ഇല്ലേ? എന്താണ്? ലക്ഷക്കണക്കിന് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി നമുക്ക് എന്താണ്? വി ഷാൾ ഡിസ്കസ്. ഇത് എഴുതണമെന്നില്ല ട്ടോ. ഇത് ഞാൻ ടെക്സ്റ്റിൽ നിന്ന് എടുത്തത് കൊണ്ട് ഈ ഒരു പോയിന്റ് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തെന്നേ ഉള്ളൂ. വി ഷാൾ ഡിസ്കസ് സം ദ ഫാക്ടേഴ്സ് വിച്ച് കോൺട്രിബ്യൂട്ടഡ് ടു ദ എമർജൻസ് ഓഫ് സോഷ്യോളജി ആസ് എ അക്കാഡമിക് ഡിസിപ്ലിൻ. അപ്പൊ സോഷ്യോളജിയുടെ എമർജൻസിന് കാരണമായിട്ടുള്ള കുറച്ചധികം ഫാക്ടേഴ്സ് ആണ് നമുക്ക് താഴെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം സോഷ്യോളജി എന്ന് പറയുന്ന ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എൻലൈറ്റൻമെന്റ്. എൻലൈറ്റൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നവോത്ഥാനം എന്നാണ് പറയുന്നത്. ഏജ് ഓഫ് റീസൺ എന്നാണ് പറയുന്നത്. അപ്പം ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം മുമ്പ് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഫെയ്ത്തിനായിരുന്നു, വിശ്വാസത്തിനായിരുന്നു, റിലീജിയൻ ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് മാറ്റം ഉണ്ടായി. യുക്തിക്ക്, മനുഷ്യന്റെ റീസണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. അപ്പം ഏജ് ഓഫ് റീസണെയാണ് എന്തെന്ന് പറയുന്നത്? എൻലൈറ്റൻമെന്റ് അഥവാ നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ദ എൻലൈറ്റൻമെന്റ് ഓർ ദ ഏജ് ഓഫ് റീസൺ വാസ് എ പീരീഡ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. അവിടെ എന്താണ് സംഭവിച്ചത്? മനുഷ്യൻ യുക്തിസഹമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഉണ്ടായി. വിച്ച് ബ്രോട്ട് അബൌട്ട് സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ഇൻ ഫിലോസഫിക്കൽ തോട്ട് ഇൻ യൂറോപ്പ് ഇൻ ദ 18th സെഞ്ചുറി. അപ്പം 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ വലിയ രീതിയിലുള്ള ഫിലോസഫിക്കൽ തോട്ടിൽ വലിയ രീതിയിൽ മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. അന്നത്തെ ഫിലോസഫി എന്ന് പറയുന്നത് തിയോളജിയാണ്, അല്ലെ? റിലീജിയസ് ആയിട്ടുള്ള ഫിലോസഫീസ് ആയിരുന്നു, അല്ലെ? റിലീജിയൻ ആയിരുന്നു. ബൈബിള് പോലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആൾക്കാർ എന്താണ് നോളജ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. അതിൽ മാറ്റം ഉണ്ടായി, അല്ലെ? മനുഷ്യൻ യുക്തിസഹമായിട്ട് ചിന്തിച്ചു സൊസൈറ്റിയെ കുറിച്ചിട്ട്, അല്ലെ? മതത്തെയും റിലീജിയനെയും ദൈവത്തെയൊക്കെ മാറ്റി നിർത്തി എന്താണ് സൊസൈറ്റി എന്ന് അവന്റെ യുക്തി ഉപയോഗിച്ചിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ ഫിലോസഫിക്കൽ തോട്ടിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റം ആ ഒരു സമയത്ത് ഉണ്ടായി. പിന്നെന്താണ്? മെനി എക്സിസ്റ്റിംഗ് ഐഡിയാസ് ആൻഡ് ബിലീഫ് റിലേറ്റിംഗ് ടു സോഷ്യൽ ലൈഫ് വെർ ഓവർ ത്രോൺ. അപ്പൊ എന്താണ്? നമ്മുടെ സോഷ്യൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട നിലനിന്നിരുന്ന കുറേയധികം ആശയങ്ങളും കുറേയധികം വിശ്വാസങ്ങളും എടുത്തെറിയപ്പെട്ടു, അല്ലെ? കളയപ്പെട്ടു. ഇപ്പം ബൈബിളിലുള്ള അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ എന്ത് ചെയ്തു? അവരെ എടുത്ത് കളയുകയുണ്ടായി. റീപ്ലേസ്ഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പം ഈ ഒരു കാലത്ത് തിയോളജിക്കൽ ആയിട്ടുള്ള എല്ലാ ഐഡിയാസും ബിലീഫും അവര് എടുത്ത് കളഞ്ഞിട്ട് അവിടെ എന്ത് വെച്ചു? റീസൺ ഉപയോഗിച്ചിട്ടുള്ള, അല്ലെ? ലോജിക് ഉപയോഗിച്ചിട്ടുള്ള ഐഡിയാസും ബിലീഫും അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അവിടെ റീപ്ലേസ് ചെയ്തു. ഓക്കെ. അപ്പൊ അവര് യുക്തി ഉപയോഗിച്ചിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങി. സയന്റിഫിക് മെത്തഡോളജിയിലൂടെ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. ഓരോ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻസ്, ഡിസ്കവറീസ് അവര് നടത്തി. പിന്നെന്താണ്? ദ മോസ്റ്റ് പ്രോമിനന്റ് തിങ്കേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദ എൻലൈറ്റൻമെന്റ് വെർ ദ ഫ്രഞ്ച് ഫിലോസഫേഴ്സ് ചാൾസ് മോണ്ടസ്ക്യൂ ആൻഡ് ജീൻ ജാക്കസ് റൂസോ. അപ്പൊ എന്താണ്? ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഫ്രഞ്ച് ഫിലോസഫേഴ്സ് ആണ് എൻലൈറ്റൻമെന്റ് പീരീഡിൽ പ്രധാനപ്പെട്ട രണ്ട് ഫിലോസഫേഴ്സ് ആണെന്ന് മോണ്ടസ്ക്യൂവും രണ്ടാമത്തത് റൂസോയും. ആ ഒരു പോയിന്റ് എഴുതണം കേട്ടോ. ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം എഴുതണം. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടാണ്, അല്ലെ? അതിനെ നല്ല സിമ്പിൾ ആക്കിയിട്ടാണ് ഞാൻ ഇവിടെ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ദിസ് പീരീഡ് മാർക്ഡ് എ റാഡിക്കൽ ചേഞ്ച് ഫ്രം ദെൻ എക്സിസ്റ്റിംഗ് ഫിലോസഫീസ് ഓഫ് ഫ്യൂഡൽ യൂറോപ്പ്. ആ സമയത്ത് നിലനിന്നിരുന്നത് എന്താണ്? ഫ്യൂഡൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന ഫിലോസഫിയിൽ, ആശയങ്ങളിൽ, വിശ്വാസങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റം ആ ഒരു സമയത്തുണ്ടായി. ഫ്യൂഡൽ യൂറോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ നിലനിന്നിരുന്നത് ഫ്യൂഡലിസം ആയിരുന്നു, അല്ലെ? പ്രഭുക്കന്മാരുടെ ഫിലോസഫിയാണ്. അവിടെ ആ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് പ്രഭുക്കന്മാർക്കായിരുന്നു, അല്ലെ? അപ്പം അവനാണ് ആ ഒരു സൊസൈറ്റി എന്ത് ചെയ്തിരുന്നത്? ഗവേൺ ചെയ്തത്. ഏറ്റവും ശക്തരായിട്ടുള്ളത് അവിടെയുള്ള ഭൂപ്രഭുക്കന്മാരായിരുന്നു. അപ്പൊ അവരുടെ ആശയങ്ങളായിരുന്നു അവിടെ ഡോമിനന്റ് ആയിട്ട് നിലനിന്നിരുന്നത്. അപ്പൊ ആ ആശയങ്ങളൊക്കെ എന്താണ്? തുടച്ചു നീക്കപ്പെട്ടു, അല്ലെ? സാധാരണ മനുഷ്യൻ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്ന ആശയങ്ങൾ അവിടെ നിലകൊള്ളാൻ തുടങ്ങി. പിന്നെന്താണ്? ഇൻഡിവിജ്വൽസ് ബിക്കെയിം ഇൻക്രീസിംഗ്ലി റാഷണൽ ആൻഡ് ക്രിട്ടിക്കൽ. അപ്പൊ ഓരോ വ്യക്തികളും യുക്തിസഹമായിട്ട് ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. പിന്നെന്താണ്? ബോത്ത് നേച്ചർ ആൻഡ് സൊസൈറ്റി ക്യാൻ ബി സ്റ്റഡീഡ് എംപിരിക്കലി. അപ്പൊ എന്താണ്? സൊസൈറ്റി, സമൂഹത്തെയും
നേച്ചറിനെയും പ്രകൃതിയെയും അവൻ എന്താണ് എംപിരിക്കലി സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. എംപിരിക്കലി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ, ഒബ്സർവേഷന്റെ അടിസ്ഥാനത്തിൽ, സെൻസ് ഓർഗൻസ് അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? സൊസൈറ്റിയെ പഠിക്കാൻ തുടങ്ങി, നേച്ചറിനെ പഠിക്കാൻ തുടങ്ങി. ദാറ്റ് ഹ്യൂമൻ ബീങ്സ് ആർ എസെൻഷ്യലി റാഷണൽ. മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? അവൻ റാഷണൽ ആണ്, അല്ലെ? റാഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? യുക്തിസഹമായിട്ട് ചിന്തിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് സച്ച് എ സൊസൈറ്റി ബിൽറ്റ് ഓൺ റാഷണൽ പ്രിൻസിപ്പിൾസ്. ഇപ്പൊ നമുക്കറിയാം സൊസൈറ്റി നിർമ്മിച്ചിരിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? റാഷണൽ പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലാണ്, റീസണിന്റെ അടിസ്ഥാനത്തിലുള്ള. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? സച്ച് എ സൊസൈറ്റി ബിൽറ്റ് ഓൺ റാഷണൽ പ്രിൻസിപ്പിൾ. അപ്പൊ റാഷണൽ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ വേണം എന്ത് ചെയ്യേണ്ടത്? സൊസൈറ്റി നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്, ഉണ്ടാക്കേണ്ടത്. എങ്കിൽ മാത്രമേ വിൽ മേക്ക് ഹ്യൂമൻ ബീങ്സ് റിയലൈസ് ദർ ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ. മനുഷ്യൻ എന്തുണ്ട്? അനന്തമായിട്ടുള്ള കഴിവുകളുണ്ട്. അതവന് മനസ്സിലാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, അതവന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സൊസൈറ്റി എന്തിന്റെ അടിസ്ഥാനത്തിൽ ബിൽഡ് ചെയ്യണം? എന്തിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പൊക്കണം? റാഷണൽ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പൊക്കണം, അല്ലെ? റീസൺ അല്ലെ, യുക്തിസഹമായിട്ടുള്ള പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ അത് ബിൽഡ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പൊ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? റിലീജിയനോ ഈ പറയുന്ന ബൈബിളിക്കലായിട്ടുള്ള ഐഡിയാസോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. ബൈബിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഫ്രഞ്ച് റെവല്യൂഷൻ ഒക്കെയാണ് പ്രധാനമായിട്ടും എന്തിന് കാരണമായത്? ഈ പറയുന്ന സോഷ്യോളജി പോലുള്ള ഒരു സോഷ്യൽ സയൻസ് ഡിസിപ്ലിന് കാരണമായത്. ആ സമയത്ത് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഞാൻ ബൈബിൾ എന്നൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെന്താണ്? ദ സയന്റിഫിക് റെവല്യൂഷൻ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്തെന്ന് പറയുന്നത്? സയന്റിഫിക് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? യൂറോപ്പ് പ്രൊഡ്യൂസ്ഡ് എ സയന്റിഫിക് റെവല്യൂഷൻ ഇൻ ദ റിനൈസൻസ് പീരീഡ് ഓഫ് 14th to 16th century, which was marked by a new attitude towards a man and nature. അപ്പം യൂറോപ്പാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സയന്റിഫിക് റെവല്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റിനൈസൻസ് പീരീഡിലാണ് സയന്റിഫിക് റെവല്യൂഷൻ ഉണ്ടാകുന്നത്. ആ ഒരു കാലഘട്ടം ഇവിടെ പറയുന്നുണ്ട് 14th to 16th സെഞ്ചുറി, 14ാം നൂറ്റാണ്ട് തൊട്ട് 16ാം നൂറ്റാണ്ട് വരെ. വിച്ച് വാസ് മാർക്ഡ് ബൈ ന്യൂ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മാൻ ആൻഡ് നേച്ചർ. അപ്പം അതിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് പുതിയൊരു ആറ്റിറ്റ്യൂഡ് മനുഷ്യനും നേച്ചറിനും മുകളിൽ ഉണ്ടായി. നാച്ചുറൽ ഒബ്ജക്ട് ബിക്കെയിം ദ സബ്ജക്ട് ഓഫ് ക്ലോസ് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റ്. അപ്പൊ എന്താണോ? നമ്മുടെ മുന്നിലുള്ള ഓരോ നാച്ചുറൽ ഒബ്ജക്റ്റും എന്താണ്? ക്ലോസ് ഒബ്സർവേഷന്റെയും എക്സ്പെരിമെന്റിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കപ്പെട്ടു. ഇപ്പൊ നമ്മുടെ മുന്നിൽ ഇപ്പം ചെടികളുണ്ട്, അതോടൊപ്പം തന്നെ എന്താണ്, ജീവജാലങ്ങളുണ്ട്, മനുഷ്യരുണ്ട്. ഇവരെയൊക്കെ പഠിക്കാൻ തുടങ്ങി, ശാസ്ത്രീയമായിട്ട് സയന്റിഫിക് ആയിട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പൊ ഇവരെ പഠിക്കുന്നത് എങ്ങനെയാണ്? ക്ലോസ് ഒബ്സർവേഷന്റെ എക്സ്പെരിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. അടുത്ത് നിന്ന് അതിനെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് പരീക്ഷണങ്ങളിലൂടെ നാച്ചുറൽ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യാൻ തുടങ്ങി? പഠിക്കാൻ തുടങ്ങി. ഓക്കെ ആണല്ലോ. ദ ഇമ്പാക്ട് ഓഫ് ദിസ് റെവല്യൂഷൻ വാസ് ക്രൂഷ്യൽ therefore not just in changing material life but also the ideas which people held about a nature and society. അപ്പം ഈ പറയുന്ന റെവല്യൂഷന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് ക്രൂഷ്യൽ ആണ്, അല്ലെ? അത് എന്തിനു മാത്രമല്ല മാറ്റിയത്? നമ്മുടെ മനുഷ്യന്റെ മെറ്റീരിയൽ ലൈഫിനെ മാത്രമല്ല മാറ്റിയത്, അല്ലെങ്കിൽ അവന്റെ ജീവിത സൗകര്യങ്ങൾ മാത്രമല്ല മാറ്റിയത്. പിന്നെ എന്തും മാറ്റി? അവൻ 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 വിശ്വസിക്കുന്ന ആശയങ്ങളിലും മാറ്റം ഉണ്ടായി. അതുവരെ മനുഷ്യൻ കൂടുതലും റിലീജിയസ് ആയിട്ടാണ് ചിന്തിച്ചിരുന്നതെങ്കിൽ അത് മാറിയിട്ട് എന്താണ്? യുക്തിസഹമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. നേച്ചറിനെയും സൊസൈറ്റിയും അവൻ യുക്തിയോട് കൂടിയിട്ട് മനസ്സിലാക്കാൻ തുടങ്ങി. ഓക്കെ ആണല്ലോ. പിന്നെന്താണ് പറയുന്നത്? സം മേജർ developments of the scientific revolution were Copernican revolution and the movement towards a heliocentric theory from the previous geocentric one. അപ്പൊ ഇവിടെ ഈ ഒരു സയന്റിഫിക് റെവല്യൂഷന്റെ പ്രധാനപ്പെട്ട ഒരു എന്താണ്? സം മേജർ ഡെവലപ്മെന്റ് ഓഫ് ദിസ് സയന്റിഫിക് റെവല്യൂഷന്റെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ് ആയിട്ട് ഇവിടെ പറയുന്നത് എന്താണ്? കോപ്പർനിക്കൻ റെവല്യൂഷൻ ആണ്. ആൻഡ് ദ മൂവ്മെന്റ് ടുവേർഡ്സ് എ ഹീലിയോസെൻട്രിക് തിയറി ഫ്രം എ പ്രീവിയസ് ജിയോസെൻട്രിക് വൺ. അതായത് മുമ്പ് മനുഷ്യൻ വിശ്വസിച്ചിരുന്നത്, ബൈബിളിൽ അതുപോലുള്ള മതഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്, യൂണിവേഴ്സിന്റെ സെന്റർ എന്ന് പറയുന്നത് ഭൂമിയാണ്.
എല്ലാത്തിന്റെയും സെന്റർ എന്ന് പറയുന്നത് ഭൂമിയാണ്. അതാണ് എന്തെന്ന് പറയുന്നത് ജിയോ സെൻട്രിക് തിയറി എന്ന് പറയുന്നത്. അപ്പൊ ആ ജിയോ സെൻട്രിക് തിയറിയിൽ മാറ്റം ഉണ്ടായി. അപ്പം ജിയോ സെൻട്രിക് തിയറി എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു വിശ്വാസമായിരുന്നു അല്ലെ. ആ സമയത്ത് ഉണ്ടായിരുന്ന വിശ്വാസമാണ് ഭൂമി പരന്നതാണ് എന്നുള്ള വിശ്വാസം. അതോടൊപ്പം തന്നെ ഈ പ്രപഞ്ചത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് ഭൂമിയാണെന്നുള്ള വിശ്വാസം. അപ്പൊ അതിൽ നിന്നൊക്കെ എന്തുണ്ടായി, വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടായി. അപ്പൊ എന്താ, നമ്മൾ ഓൾറെഡി ഗലീലിയോയുടെ ഒക്കെ സ്റ്റോറി ഒക്കെ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് ഇവിടെ, എന്താണ് ജിയോ സെൻട്രിക് തിയറിയിൽ നിന്ന് ഹീലിയോസെൻട്രിക് തിയറിയിലോട്ട് ഒരു മാറ്റം ഉണ്ടായി. ജിയോ സെൻട്രിക് തിയറി എന്ന് പറഞ്ഞ ഭൂമിയാണ് യൂണിവേഴ്സിന്റെ സെന്റർ എന്ന് പറയുന്നത്. ഹീലിയോസെൻട്രിക് തിയറി എന്ന് പറയുന്നത് യൂണിവേഴ്സിന്റെ സെന്റർ എന്ന് പറയുന്നത് സൂര്യനാണെന്നുള്ളതാണ്. അപ്പം ജിയോ സെൻട്രിക് തിയറിയിൽ നിന്ന് എന്തിലോട്ട് മാറി, ഹീലിയോസെൻട്രിക് തിയറിയിലോട്ട് മാറി. ഓക്കെ ആണല്ലോ. പിന്നെ സയന്റിസ്റ്റ് ലൈക്ക് ഗലീലിയോ, കെപ്ലർ, ഐസക് ന്യൂട്ടൺ, ദാറ്റ് റെവല്യൂഷനൈസ്ഡ് സയൻസിൽ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള സയന്റിസ്റ്റുകളാണ് നമ്മൾ മുകളിൽ പറയുന്ന ഗലീലി, കെപ്ലർ, ഐസക് ന്യൂട്ടൺ. നമുക്ക് ഓൾറെഡി ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആൻഡ് ലെറ്റ് ടു ഗ്രോയിങ് ഡിസയർ ഓഫ് സോഷ്യോളജിസ്റ്റ് ടു ബിൽഡ് എ സയൻസ് ഓഫ് സൊസൈറ്റി മോഡൽഡ് ഓൺ സയന്റിഫിക് മെത്തേഡ്. അപ്പൊ എന്താണ്, സോഷ്യോളജിസ്റ്റുകൾക്ക് സൊസൈറ്റിയെ കുറിച്ചിട്ട് പഠിക്കുന്ന തിങ്കേഴ്സിന് എന്തുണ്ടായി, ഒരു ആഗ്രഹം ഉണ്ടായി. എന്താണ്, ഈ പറയുന്ന ഗലീലി, ഐസക് ന്യൂട്ടൻ ഒക്കെ ഫോളോ ചെയ്തിട്ടുള്ള സയന്റിഫിക് മെത്തേഡ് എവിടെയും ഫോളോ ചെയ്യണം, സോഷ്യോളജിയിലും ഫോളോ ചെയ്യണം. അപ്പൊ എന്താണ്, സയന്റിഫിക് മെത്തേഡിന്റെ അടിസ്ഥാനത്തിൽ ഒരു സയൻസ് ഓഫ് സൊസൈറ്റി ബിൽഡ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ആർക്കുണ്ടായി, സോഷ്യോളജിസ്റ്റുകൾക്ക് ഉണ്ടായി. അപ്പൊ ആ ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടായി വരുന്നത്, ഈ പറയുന്ന സോഷ്യോളജി പോലുള്ള സബ്ജക്റ്റ് ഉണ്ടായി വന്നത്. സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ടായത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട സോഷ്യോളജിയിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു തിങ്കറാണ് സ്പെൻസർ എന്ന് പറയുന്നത്. ഹെർബർട്ട് സ്പെൻസർ ഹാഡ് ഇൻട്രൊഡ്യൂസ്ഡ് ദ നോഷൻ ഓഫ് എവല്യൂഷൻ പ്രയർ ടു ഡാർവിൻ. അപ്പൊ ഡാർവിൻ പറയുന്നതിന് മുന്നേ ആയിട്ട് തന്നെ എവല്യൂഷനെ കുറിച്ചിട്ട് ഹെർബർട്ട് സ്പെൻസർ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ ഫ്രഞ്ച് ഫിലോസഫേഴ്സ് ലൈക്ക് കോംറ്റെ, അഗസ്റ്റ് കോംറ്റെ, നമ്മൾ സോഷ്യോളജിയുടെ ഫാദർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അഗസ്റ്റ് കോംറ്റെ ആണ്. ഓക്കെ, അഗസ്റ്റ് കോംറ്റെ ഒക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട്, സൊസൈറ്റിയുടെ എവല്യൂഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുണ്ട് കേട്ടോ. ഈ പറയുന്ന സ്പെൻസറും കോംറ്റെ ഒക്കെ നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഈ പറയുന്ന എന്താണ് എമർജൻസ് ഓഫ് സോഷ്യോളജിയിൽ എഴുതേണ്ടതാണ്. ഉറപ്പായിട്ട് എക്സാമിന് എമർജൻസ് ഓഫ് സോഷ്യോളജിയിൽ നിന്ന് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. മൊത്തത്തിൽ 8 എസ്സൈസ് ഉണ്ടാകും. അതിൽ 5 എസ്സേ നമുക്ക് എഴുതിയാൽ മതി. ഇഷ്ടമുള്ള 5 എസ്സേ നമുക്ക് എഴുതിയാൽ മതി. അപ്പൊ ആ 8 എസ്സേയിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എവിടെ നിന്നായിരിക്കും, ഈ പറയുന്ന എമർജൻസ് ഓഫ് സോഷ്യോളജിയിൽ നിന്ന് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ്, ഡാർവിൻ പ്രൊവൈഡഡ് ലെജിറ്റിമേറ്റ് സയന്റിഫിക് പ്രൂഫ് ഫോർ ഹ്യൂമൻ ബയോളജിക്കൽ എവല്യൂഷൻ. അപ്പൊ നമ്മൾ എന്താണ്, വിശ്വസിക്കാൻ പറ്റുന്ന അല്ലെ സയന്റിഫിക് പ്രൂഫ് ഹ്യൂമൻ ബയോളജിക്കൽ എവല്യൂഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. ഹ്യൂമൻ ബയോളജിക്കൽ എവല്യൂഷൻ ഉണ്ട്, അത് തെളിയിക്കാനുള്ള പ്രൂഫ് ലെജിറ്റിമേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, ഡാർവിനാണ്. സ്പെൻസർ സോഷ്യൽ കോണ്ടെക്സ്റ്റിലാണ് എവല്യൂഷനെ കുറിച്ചിട്ട് പറയുന്നത്, സൊസൈറ്റിയിലുള്ള എവല്യൂഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിന് കൃത്യമായിട്ടുള്ള പ്രൂഫ് ആർക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചില്ല, സ്പെൻസറിന് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചില്ല. പക്ഷെ ബയോളജിക്കൽ എവല്യൂഷനിൽ വേണ്ട സയന്റിഫിക് പ്രൂഫ് ആര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഡാർവിൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു പോയിന്റ് ആയിട്ട് ഒന്ന് ആഡ് ചെയ്യുക കേട്ടോ. ദിസ് ലെഡ് ടു ഡെവലപ്മെന്റ് ഓഫ് എവല്യൂഷണറി തിയറി ഓഫ് സൊസൈറ്റി വെയറിൻ നോട്ട് ജസ്റ്റ് ഓർഗാനിസം ബട്ട് സൊസൈറ്റീസ് were seen as a constantly evolving or developing from a lower to higher state. അപ്പൊ ഇതിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്, ദിസ് ലെഡ് ടു ഡെവലപ്മെന്റ് ഓഫ് എവല്യൂഷണറി തിയറി ഓഫ് സൊസൈറ്റി. അപ്പം എവല്യൂഷണറി തിയറി ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്, സൊസൈറ്റിയിൽ എന്ത് സംഭവിക്കും, എവല്യൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഒരു 500 വർഷം മുന്നേ ഉള്ള സൊസൈറ്റി ആണോ ഇപ്പോഴുള്ള സൊസൈറ്റി, അല്ല അല്ലെ. അത് അവിടെ സൊസൈറ്റിക്ക് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, എവല്യൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുക. നോട്ട് ജസ്റ്റ് ഓർഗാനിസം അല്ലെ, ജീവജാലങ്ങളിൽ ഉണ്ടാകുന്ന എവല്യൂഷൻ അല്ല, പിന്നെന്താണ്, സൊസൈറ്റീസ് വെർ സീൻ ആസ് കോൺസ്റ്റന്റ്ലി എവോൾവിങ്. അപ്പം ഈ സൊസൈറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലായ്പ്പോഴും സൊസൈറ്റിയിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, നമ്മളിപ്പോ ഗൾഫിലൊക്കെ പോയിട്ട് നമ്മൾ നേരെ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ ടൗൺ പോലും മാറിയിട്ടുണ്ടാവും. അപ്പൊ എന്താണ്, കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സൊസൈറ്റി ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിൽ നിന്ന് എന്തിലോട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ലോവർ സ്റ്റേജിൽ നിന്നും ഹയർ സ്റ്റേജിലോട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു
എന്താണ് ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ലോവർ സ്റ്റേജിലായിരുന്നു അല്ലേ? ഇപ്പോഴുള്ള ഈ പറയുന്ന സുഖ സൗകര്യങ്ങളൊന്നും തന്നെ ആ സമയത്ത് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ലോവർ സ്റ്റേജിൽ നിന്ന് ഹയർ സ്റ്റേജിലോട്ട് എന്താണ് സൊസൈറ്റീസ് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇവോൾവ് ചെയ്ത് പോവുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് എമർജൻസി ഓഫ് സോഷ്യോളജിയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.